ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ആയിട്ട് 2 ക്ലാസ് കഴിഞ്ഞു. ഇനി 3-ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ 3rd എപ്പിസോഡ് തുടങ്ങുകയാണ്. നമ്മളന്ന് തുടങ്ങിയത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ഇയറിൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനകത്ത് തന്നെ നമ്മൾ ഐ തിങ്ക് ഇറ്റ് ഈസ് 3 ലാസ് ആർ കം അക്രോസ്, 3 ലാ എടുത്തു. ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നാലും ഞാനൊരു ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, there are 108 elements are present in which 5 or 6 elements are not reacted. The remaining elements are combined. For example, hydrogen will be combined with oxygen, forming H2O, a compound. How this H2O is formed? Which will be governed by certain laws. These laws are collectively called laws of chemical combination. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണത്. ഈ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നതിനകത്ത് ഹിയർ വി ആർ ഡിസ്കസിങ് 5 ലാസ്. നമ്മൾ 5 ലാസാണ് ഇതിനകത്ത് പ്രതിപാദിക്കുക. ഈ 5 ലാസിൽ 4 ലാ മതി നമുക്ക്. ഒരു ലാ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് മാറ്റിയിട്ട് ഓമിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലാ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ലാ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ, and finally Gay-Lussac's law of gaseous volume. In this 5 laws, law of reciprocal proportion will be avoided. So the remaining 4 laws are dealt with this chapter. So we will come across 3, the first of 3, law of conservation of mass, law of definite proportion, law of multiple proportion. Then remaining only 1 law. ഒരു ലാ അവശേഷിക്കും നമുക്ക്. ദാറ്റ് ഈസ് ലാ ഓഫ് ഗ്യാസസ്. ഇറ്റ് ഹാസ് എ നെയിം, Gay-Lussac's law of gaseous volume. ദാറ്റ് ഈസ് എ ലാ, ദ 4th ലാ. 4ാമത്തെ ലാ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് ഇതാണ്, ലാ ഓഫ് ഗ്യാസസ്, ഓർ അതർവൈസ് കാൾഡ് Gay-Lussac's law of gaseous volume, introduced by a scientist, the name itself Gay-Lussac. ഇപ്പോൾ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഞാൻ പറഞ്ഞു, ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വിൽ ബി ക്വൈറ്റ് സിമിലർ ടു ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇൻ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ കൺവേർട്ട് വൺ ഫോം ഇൻ ടു അനദർ ഫോം. ക്വൈറ്റ് സിമിലർ ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്, ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ക്യാൻ ഓൾസോ ബി സ്റ്റേറ്റഡ്. ഞാൻ ആദ്യം പറഞ്ഞു, ദിസ് ലാ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സയൻറ്റിസ്റ്റ് കാൾഡ് A.L. ലവോസിയ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കാത്ത. A.L. ലവോസിയ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ കൺവേർട്ട് വൺ ഫോം ഇൻ ടു അനദർ ഫോം. ദിസ് ഈസ് ദ വേർഷൻ ഓഫ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ബട്ട് A.L. ലവോസിയ സേസ് ദാറ്റ് in a chemical reaction, total mass of the reactant is equal to total mass of the products formed. ഇതാണ് ലവോസിയയുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ് ഫോംഡ്. ലേറ്റർ ഇറ്റ് വാസ് proved by, scientifically proved by, experimentally proved by Landholt. Will be discussed. Then the second law is called law of definite proportion. Law of definite proportion says that the same compound always contains the same element combined in the same fixed proportion by weight. Introduced by J.L. Proust. This is the second one. Third one introduced by most famous scientist John Dalton. The law is called law of multiple proportion. You know who is Dalton? Dalton is the man who coined the term atom. See, the law says that when 2 elements combine to form more than one compound, the different weight of one of the element which combine with the other element bear a simple ratio. Simple ratio indicate that it may be 1:2, 2:3, 3:4, etc. Never 1:3. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്.
Then here we are discussing the fourth law, what you call Gay-Lussac's law of gaseous volume, introduced by Gay-Lussac. According to this law, ഈ ലായ്ക്കകത്ത് നമ്മൾ പറയുന്നത് in a chemical reaction there is a simple relation existing between reactants and products. If condition പറയുന്നു, if two gases are combined forming a gaseous product, രണ്ട് ഗ്യാസുകൾ ചേർന്ന് ഒരു gaseous product ഉണ്ടായാൽ there is a simple relation existing between these three. ഇവർ തങ്ങളിൽ ഒരു simple relation ഉണ്ടാവും. ഞാനൊന്നുകൂടെ പറയാം, സ്റ്റേറ്റ്മെൻറ്റ് പറയാം. If two gases are combined forming a gaseous product, there is a relation between, simple relation between gaseous reactants and gaseous products. എന്ന് പറഞ്ഞാൽ രണ്ട് വാതകങ്ങൾ ചേർന്ന് മൂന്നാമതൊരു വാതക ഉൽപ്പന്നം ഉണ്ടാവുകയാണെങ്കിൽ റിയാക്റ്റൻറ്റുകളുടെയും പ്രോഡക്റ്റിൻ്റെയും, ദറ്റ് മീൻസ് അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും റേഷ്യോസ് സിമ്പിളായിരിക്കും. In order to illustrate or in order to explain this law, consider H2, a gas, will be combined with Cl2, producing 2HCl. Hydrogen will be combined with chlorine to forming hydrogen chloride. By analyzing, okay, then the ratio പറയുന്നത് 1 mole of H2 plus 1 mole of Cl2 gives 2 moles of HCl. 2 moles of HCl means 1 mole of H2 will be combined with 1 mole of Cl2 producing 2 moles of HCl. So the ratio will be 1:1:2. It's a simple ratio. So here means when two gases are combined forming a gaseous product, രണ്ട് ഗ്യാസുകൾ ചേർന്ന് മൂന്നാമതൊരു ഗ്യാസ് ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ there is a simple relation existing between reactants and products. റിയാക്റ്റൻസും പ്രോഡക്ട്സും തമ്മിൽ സിമ്പിൾ റേഷ്യോയിൽ കണക്ട് ചെയ്തിരിക്കും. So this is the third law, what you call Gay-Lussac's law of gaseous volume. So these are the five laws in which one is avoided. Law of reciprocal proportion will be avoided. So the remaining 4 laws are completed. So this is called laws of chemical combination. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്, ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുക. യെസ്, സി completing this law of conservation of mass, law of definite proportion, law of multiple proportion and Gay-Lussac. Here we are discussing one more law, additional, so called Avogadro's law. AVAGADRO'. Avogadro's law എന്ന് പറയും. ഇത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ലാ കളഞ്ഞു, ലാ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ മാറ്റിയിട്ടാണ് നമ്മൾ അവഗാഡ്രോസ് ലാ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് വരുന്നതല്ല, അതിൽ അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്നതാണ്. ലാ അവഗാഡ്രോസ് ലാ. യു നോ ഹു ഈസ് അവഗാഡ്രോ? Avogadro is the man who introduced the molecule, so called molecular theory by Avogadro. According to him, molecules are the smallest particle of an element, even though it is wrong. നമുക്ക് തെറ്റാണെന്ന് അറിയാം, എന്നാലും നമ്മൾ പറയുന്നു. അപ്പോൾ അവഗാഡ്രോസ് ലാ ഉണ്ട്. അവഗാഡ്രോസ് ലാ ഈസ് സർവൈസ് കോൾഡ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്, അവഗാഡ്രോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് under the same conditions of temperature and pressure contains equal number of molecules. This is statement. ഒന്നുകൂടെ ഞാൻ പറയാം, equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. Say for example, according to him, when equal volume 1 mole of H2 is taken, which is combined with 1 mole of Cl2. Equal volumes of all gases. Equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഈക്വൽ വോളിയംസ്, ഒരേ വോളിയത്തിലിരിക്കുന്ന
തുല്യവ്യാപ്തം വാതകങ്ങളിൽ ഊഷ്മാവും മർദ്ദവും സ്ഥിരമാണെങ്കിൽ തുല്യ തന്മാത്ര ഉണ്ടാവും. നോക്കിയേ, അറ്റ് NTP, യു നോ വാട്ട് ഈസ് NTP? NTP മീൻസ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. NTP എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആൻഡ് യു നോ വാട്ട് ഈസ് നോർമൽ ടെമ്പറേച്ചർ? നോർമൽ ടെമ്പറേച്ചർ ഈസ് അക്കോർഡിംഗ് ടു 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നമ്മളിവിടെ സാധാരണ പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ എന്ന് 28 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് നോർമൽ പ്രഷർ. പ്രഷർ മീൻസ് 180 ms. 180 ms മീൻസ് അറ്റ്മോസ്ഫറിക്. 1 atmospheric എന്ന് പറയും. 1 atmospheric മീൻസ് 760 mm, 760 mm ഓഫ് Hg എന്നാണ് നമ്മൾ പറയുക. മെർക്കുറിക്ക് തുല്യമാണ്. 760 മില്ലിമീറ്റർ മെർക്കുറിക്ക് തുല്യമാണ് ഒരു ATMS എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് 28 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും ഒരു അന്തരീക്ഷ മർദ്ദത്തിലും ഇപ്പോൾ ഒരു മോളിക്യൂൾ ഹൈഡ്രജനകത്ത് ഇറ്റ് കണ്ടെയ്നിങ് സപ്പോസ് ടു ബി N മോൾസ്. എങ്ങനെയാണെങ്കിൽ ഞാനിതിനെ മാറ്റുന്നു, ഇത് 1 ml ആക്കുന്നു. 1 ml ഓഫ് H2. ഈ 1 ml ഓഫ് H2വിനകത്ത് എന്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതേ കണ്ടീഷൻ മീൻസ് 28 ഡിഗ്രി 760 mm Hg. അതേ ഇതിൽ 1 ml ആരെടുക്കുന്നു? Cl2 ഈസ് അനലൈസ്ഡ്, ഓൾസോ കണ്ടെയ്നിങ് nth മോൾസ്. അവിടെ nth മോൾസ് ഉണ്ടാവും. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് under the same conditions of temperature and pressure contains equal number of molecules. So this is a statement known as Avogadro's law. ഇതാണ് നമ്മൾ എന്ത് പറയുക? അവഗാഡ്രോസ് law എന്ന് പറയുക. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. According to Avogadro's hypothesis or Avogadro's law, equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. ഒരേ ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന തുല്യ തൂക്കം വാതകങ്ങൾ അല്ലെങ്കിൽ തുല്യ വ്യാപ്തം വാതകങ്ങളിൽ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ മലയാളത്തിൽ വേർഷൻ പറയുക. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ, 1 ml of H2 is analyzed which containing nth moles. Like it, 1 ml of Cl2 is analyzed or examined containing nth moles. Why? Because both are in equal temperature and pressure, same temperature and pressure. ഒരേ ഊഷ്മാവിലും മർദ്ദത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തുല്യവ്യാപ്തമാണെങ്കിൽ തന്മാത്രകളും തുല്യമായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ എങ്കിലും ഇറ്റ് ഹാസ് വൈഡ് ആപ്ലിക്കേഷൻസ്. ഇതിന് ഭയങ്കരമായ ആപ്ലിക്കേഷൻസാണ്. ഈ അവഗാഡ്രോസ് law എന്ന് പറയുന്നത് ഭയങ്കരമായ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളാണ്. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എങ്കിലും ഇറ്റ് ഹാസ് വൈഡ് ആപ്ലിക്കേഷൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഈസ്, എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4-5 ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് നമുക്കതിനകത്ത് നമ്പർ ഓഫ് മോൾസ് ആർ ഗിവൺ, മോളിക്കുലർ ഫോർമുല ക്യാൻ ബി ഡിറൈവ്ഡ്. മോളിക്കുലർ ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും. എത്ര ആറ്റം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? മോളിക്കുലർ ഫോർമുല. സോ ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വിൽ ബി മോളിക്കുലർ ഫോർമുല ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ യൂസിങ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, സോ ഇത് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു എന്താണ്? അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിൾ ആണെങ്കിലും ഇറ്റ് ഹാസ് വൈഡ് ആപ്ലിക്കേഷൻ. ഇതിന് വിശാലമായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് മോളിക്കുലർ ഫോർമുല ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. അവഗാഡ്രോസ് law നമുക്ക് ശരിക്കും അറിയാമെങ്കിൽ മോളിക്കുലർ ഫോർമുല ക്യാൻ ബി ഡിറൈവ്ഡ്. മോളിക്കുലർ ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും. 1. 2, മോളാർ വോളിയംസ് ഓഫ്, എന്ത് പറഞ്ഞത്? മോളാർ വോളിയംസ് ഓഫ് all gases at NTP is equal to 22.414 liters എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏത് ഗ്യാസിൻ്റെയും ഒരു മോളിക്യൂളുടെ വോളിയം എപ്പോഴും NTPയിൽ നോർമൽ ടെമ്പറേച്ചറും പ്രഷറിലും 22.414 ലിറ്ററാണ്. 22.4 എന്ന് പറഞ്ഞാലും മതി, നമ്മളതിന് ആക്യുറേറ്റായിട്ട് പറയുന്നു 22.414 ലിറ്ററാണ്, അല്ലെങ്കിൽ 22,414 ml ആണ്. ഇത് ഇറ്റ് വാസ് പ്രൂവ്ഡ്, ഇത് തെളിയിച്ചതാണ് ബൈ യൂസിങ് അവഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ആപ്ലിക്കേഷൻ. ഇതൊരു ഭയങ്കരമായ
ആപ്ലിക്കേഷനാണ്. ഇത് വെച്ച് നമ്മൾ ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. ദെൻ ദ തേർഡ് വൺ ഈസ്, മൂന്നാമത് നമ്മൾ ആപ്ലിക്കേഷൻ പറയും വേപ്പർ മോളിക്കുലാർ വെയ്റ്റ് ഈസ് ഈക്വൽ ടു 2 into വേപ്പർ ഡെൻസിറ്റി, ട്വൈസ് ഇറ്റ്സ് വേപ്പർ ഡെൻസിറ്റി. ഒരു മെറ്റീരിയലിൻ്റെ ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വേപ്പർ ഡെൻസിറ്റി ഇരട്ടിയായിരിക്കും. മോളിക്കുലാർ വെയ്റ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ട്വൈസ് ഇറ്റ്സ് വേപ്പർ ഡെൻസിറ്റി. സോ വാട്ട് ഈസ് വേപ്പർ ഡെൻസിറ്റി? വേപ്പർ ഡെൻസിറ്റി മീൻസ് റിലേറ്റീവ് ഡെൻസിറ്റി. നമ്മളതിന് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. RD എന്നോ VD എന്നോ എഴുതും. വേപ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ഇങ്ങനെ 3 ഇനിയുമുണ്ട്. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് മെറ്റ് വിത്തിൻ ലാ ഓഫ് അവഗാഡ്രോസ് ലാ. അവഗാഡ്രോസ് ലായുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ദ ഫസ്റ്റ് വൺ ഈസ് മോളിക്കുലർ ഫോർമുല ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ യൂസിങ് അവഗാഡ്രോസ് ലാ. ദ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഈസ് molar volumes of all gases at NDP is 22.414 liters. And finally, molecular weight will be twice its vapor density. Molecular weight എന്ന് പറയുന്നത് twice its vapor density. Vapor density ഇരട്ടിയാണെന്ന് പറയും. ഇങ്ങനെ 3 ആപ്ലിക്കേഷനാണ് അവഗാഡ്രോസ് ലാസിനുള്ള. സോ വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈക്വൽ വോളിയൂംസ് ഓഫ് all gases at NDP contains equal number of molecules. അല്ലെങ്കിൽ നമ്മൾ പറയും സെയിം വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് NDP normal temperature measure or same conditions contains same number of molecules. So this is the law which will be known as Avogadro's law. Avogadro's law എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇതിനകത്ത് വരുന്നത് ഇനി കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബിഫോർ ഡിസ്കസിങ് how it will be derived. നമ്മൾ എങ്ങനെ ഡെറൈവ് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ കമ്മിങ് ടു എംപെരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇതിനകത്ത് വരുന്നത് എംപെരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുലയാണ്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് എംപെരിക്കൽ ഫോർമുല. എംപെരിക്കൽ ഫോർമുല, എംപെരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ദിസ് എംപെരിക്കൽ ഫോർമുല മീൻസ് ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല, സ്മാളസ്റ്റ് ഫോർമുല, വിച്ച് ഷോസ്, ഇത് ഏറ്റവും ചെറിയ ഫോർമുലയാണ്. വിച്ച് ഷോസ്, ഇതെന്ത് കാണിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഷോസ് ദ റേഷ്യോ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്ത് റേഷ്യോ കാണിക്കുക. ത്രൂ വിച്ച് വി കാണ്ട് ഡിഫൈനിങ് വാട്ട് ഈസ് ദ കോമ്പൗണ്ട്. അതിൽ കൂടെ നമുക്ക് ഒരിക്കലും കോമ്പൗണ്ട് ആരെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എംപെരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഷോസ് ദി റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്ത് ആറ്റംസിൻ്റെ റേഷ്യോ, അനുപാതം കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഏറ്റവും ചുരുങ്ങിയ ഫോർമുല വിളിക്കുന്ന പേരാണ് എംപെരിക്കൽ ഫോർമുല, റെപ്രസെൻറ്റ് ബൈ EF. അത് നമ്മൾ എന്തെഴുതും? EF എന്നെഴുതും. എംപെരിക്കൽ ഫോർമുല ഓർ EF. എംപെരിക്കൽ ഫോർമുല ക്യാൻ ബി ഡിറൈവ്ഡ്. എംപെരിക്കൽ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം, ഡെഡ്യൂസ് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്നത് ഇൻ എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ സാധാരണ പെർസെൻറ്റേജ് അനാലിസിസ് ആർ ഗിവൺ, which means that an organic compound on analysis to yield that quantity of carbon, that quantity of hydrogen and the rest will be oxygen. That means a percentage are given. അപ്പോൾ പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ഫ്രം പെർസെൻറ്റേജ് വി ക്യാൻ ഡെറൈവിങ് എംപെരിക്കൽ ഫോർമുല. ദാറ്റ് മീൻസ് ഡിഡക്ഷൻ ഓഫ് എംപെരിക്കൽ ഫോർമുല ഫ്രം പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഹൗ, എങ്ങനെയെന്നാണ് നമുക്ക് അതിനകത്ത് ചെന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് പെർസെൻറ്റേജ് വെയ്റ്റിന് കറസ്പോണ്ടിങ് അറ്റോമിക് വെയ്റ്റും ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് പെർസെൻറ്റേജ് വെയ്റ്റ് ഡിവൈഡ് ബൈ ആറ്റോമിക് വെയ്റ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. എന്തിന്ന് ഡിഡക്ഷൻ ഓഫ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ടു എംപെരിക്കൽ ഫോർമുല. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് എംപെരിക്കൽ ഫോർമുലയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ആദ്യം പെർസെൻറ്റേജ് വെയ്റ്റ്, ദ ഗിവൺ പെർസെൻറ്റേജ് വെയ്റ്റ്സ് ആർ ഡിവൈഡഡ് വിത്ത് കറസ്പോണ്ടിങ് അറ്റോമിക് വെയ്റ്റ്. എല്ലാത്തിനും ഒരേ അറ്റോമിക് വെയ്റ്റ് ഉണ്ട് വെയ്റ്റല്ല പറഞ്ഞത്, ഓരോന്നിനും അതിൻ്റേത് അറ്റോമിക് വെയ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം കാർബൺ 12, ഹൈഡ്രജൻ 1, നൈട്രജൻ 14. നമ്മൾ ഇങ്ങനെ പറയും, ഓരോന്നിൻ്റെ അറ്റോമിക് വെയ്റ്റ് പറയും. അപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. കറസ്പോണ്ടിങ് അറ്റോമിക് വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഒന്നുകൂടെ പറയാം, പെർസെൻറ്റേജ് വെയ്റ്റ് വിൽ ബി ഡിവൈഡഡ് വിത്ത് കറസ്പോണ്ടിങ് അറ്റോമിക് വെയ്റ്റ്. സോ ആസ് ടു ഒബ്റ്റൈനിങ് ദ ആൻസേഴ്സ്, നമുക്ക് അവിടെ ആൻസേഴ്സ് കിട്ടും.
രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് ഇൻറ്റീജർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് ആൻസർ ഇൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഹൗ വിൽ യു കൺവേർട്ടിങ് പെർസെൻറ്റേജ് ടു എംപെരിക്കൽ. എംപെരിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് വെയ്റ്റിന് തരുന്ന ക്വസ്റ്റൻ എത്ര പെർസെൻറ്റേജ് തരും. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഓൺ കമ്പസ്റ്റൻ ടു ഈൽഡ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് കമ്പസ്റ്റൻ ബേൺ ചെയ്തപ്പോഴത്തേക്ക് ഈൽഡ് 36% കാർബൺ, 36% കാർബൺ, then 6% hydrogen, and the remaining will be oxygen. Remaining means ബാക്കിയുള്ളത് ഓക്സിജൻ. അപ്പോൾ എത്രയായി? 36 6 42. 42 100 എന്ന് കുറച്ചാൽ 58. അപ്പോൾ 58% ഓക്സിജൻ ആണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പെർസെൻറ്റേജ് വെയിറ്റിനെ കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെർസെൻറ്റേജ് വെയിറ്റ് ഈസ് ഡിവൈഡഡ് വിത്ത് കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റ്. സോ ആസ് ടു ഒബ്റ്റൈനിങ് ആൻസേഴ്സ് ഇൻ 3. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രജൻ എത്ര, ഓക്സിജൻ എത്ര, കാർബൺ എത്ര എന്ന് വരും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ദി സ്മോളസ്റ്റ് വൺ. സ്മോളസ്റ്റ് വണ്ണിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കുക. സ്മോളസ്റ്റ് വൺ ഫ്രം ദി ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടുന്നതിൻ്റെ സ്മോളസ്റ്റിനെ കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് സ്മോളസ്റ്റ് വൺ വിൽ ബി യൂസ് ടു ഡിവൈഡിങ് ഓൾ ദി ക്വസ്റ്റൻ ഇറ്റ് സെൽഫ്. അത് ഉപയോഗിച്ച് നമ്മൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും, അതുൾപ്പെടെ ഡിവൈഡ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പിന്നീടാം. അപ്പോൾ ആദ്യം സ്റ്റെപ്സ് പറയട്ടെ. എംപെരിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്ന് പറയുകയാണ്. പെർസെൻറ്റേജ് വെയിറ്റിന് അറ്റോമിക് വെയിറ്റിനെ ഡിവൈഡ് ചെയ്യുക, ദെൻ സ്മോളസ്റ്റ് ഇൻറ്റീജർ കണ്ടുപിടിക്കുക, ആ സ്മോളസ്റ്റ് ഇൻറ്റീജർ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക, അതുൾപ്പെടെ ഡിവൈഡ് ചെയ്യുക. ഇനി മൂന്നാം സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈഫ്, അത് കണ്ടീഷൻ ഇട്ടാണ് പറയുന്നത്, ആണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട, ഈ സ്റ്റെപ്പ് വേണ്ട. ഈഫ് ദ എബോവ് റിസൾട്ട് ഫ്രം ദ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസ് ആണെങ്കിൽ വിച്ച് വിൽ ബി മൾട്ടിപ്ലൈ വിത്ത് എ കോമൺ ഫാക്ടർ. എന്താണ്? ഒരു കോമൺ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊരു പൊതുവായ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ആസ് ടു ഒബ്റ്റൈനിങ് കംപ്ലീറ്റ് ഡിജിറ്റ്, നമുക്ക് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഡിജിറ്റ് കിട്ടും. ആൻഡ് these numbers will be written in side by side of each atom so as to obtaining empirical ഫോർമുലയായിട്ട് മാറും. ഇതാണ് എൻ്റെ സ്റ്റെപ്സ്. ഒന്ന് ഞാൻ പറയാം. എംപെരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് ഫോർമുല. എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. വിച്ച് ഷോസ് ദി റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിൻ്റെ റേഷ്യോ കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഏറ്റവും ചെറിയ ഫോർമുല വിളിക്കുന്ന പേരാണ് എംപെരിക്കൽ ഫോർമുല. ആൻഡ് ഇറ്റ് വിൽ ബി ഡെസിഗ്നേറ്റഡ് ബൈ, അത് നമ്മൾ എഴുതുന്നത് എങ്ങനെ വെച്ച് പറയും? ഇ എഫ് എന്ന് എഴുതും. ഇ മെൻ ഫോർ എംപെരിക്കൽ, എഫ് മെൻ ഫോർ ഫോർമുല. ഇ എഫ് എന്ന് എഴുതുമ്പോൾ അപ്പോൾ ത്രൂ എംപെരിക്കൽ ഫോർമുല വി കാണ്ട് ഡിഫൈനിങ് ദ കോമ്പൗണ്ട് ആരെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ബിഫോർ ഇതിന് മുമ്പായിട്ട് ഇതിൽ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് C6H6 ഈസ് ബെൻസീൻ. മോളിക്കുലർ ഫോർമുല C6H6 ബെൻസീനാണ്. ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുലയാണ് C6H6. ദ റേഷ്യോ വിൽ ബി 6:6. സോ ദ എംപെരിക്കൽ ഫോർമുല CH. എൻ്റെ എംപെരിക്കൽ ഫോർമുല എന്താ? CH എന്ന് എഴുതും. അപ്പോൾ ഇതിനകത്ത് 6:6 മീൻസ് 1:1. ദാറ്റ് ഈസ് CH എന്ന് എഴുതും. ഇപ്പോൾ CH കണ്ടാൽ പറയാൻ പറ്റുമോ കോമ്പൗണ്ട് ആരാന്ന്? നെവർ, ഒരിക്കലും പറയത്തില്ല. CH മീൻസ് ഇറ്റ്സ് എ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്നിങ് carbon and hydrogen in the ratio 1:1, maybe 2:2, 3:3, etc. അപ്പോൾ എന്തുകൊണ്ടോ ആവാം. ഇതാണ് നമ്മൾ അതിൻ്റെ എംപെരിക്കൽ ഫോർമുല പറയുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം. എംപെരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഷോസ് ദി റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിൻ്റെ റേഷ്യോ കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഏറ്റവും ചെറിയ ഫോർമുല വിളിക്കുന്ന പേരാണ് എംപെരിക്കൽ ഫോർമുല. ആൻഡ് ഇറ്റ് വിൽ ബി ഡെസിഗ്നേറ്റഡ് ബൈ EF. അതിന് നമ്മൾ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് EF. അതിന് നമ്മൾ എക്സാമ്പിൾ പറയുന്നു, കൺസിഡർ ബെൻസീൻ ഹൂസ് മോളിക്കുലർ ഫോർമുല ബി C6H6. അതിൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. ദാറ്റ് മീൻസ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻ ഇൻ ദ റേഷ്യോ 6:6. 6:6 means 1:1. Therefore, the empirical formula of benzene is CH. Through CH, we can't define what is the compound.
ഞാനതാ നേരത്തെ പറഞ്ഞത്. എന്താണെങ്കിൽ എംപിരിക്കൽ ഫോർമുല വെച്ചുകൊണ്ട് നമുക്കൊരു കോമ്പൗണ്ട് ഒരിക്കലും ആരാന്ന് പറയാൻ പറ്റത്തില്ല. ഏറ്റവും ചുരുങ്ങിയ ഫോർമുല ആയതുകൊണ്ട് വി കാണ്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ സി എച്ച് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സി എച്ച് ഈസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ റേഷ്യോ 1:1. 1:1 എന്ന പ്രപ്പോർഷനിൽ കാർബൺ ഹൈഡ്രജൻ ചേർന്ന് ഏതോ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടായിരിക്കുകയാണ്. അതെന്താവാം? 2:2 ആവാം, 3:3 ആവാം. അപ്പോൾ അങ്ങനെ 6:6 ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ബെൻസിൻ ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് എംപിരിക്കൽ ഫോർമുല. ഇനി എംപിരിക്കൽ, ഹൗ വിൽ യു ഡിറൈവിങ് എംപിരിക്കൽ ഫോർമുല ഫ്രം പെർസെൻറ്റേജ് അനാലിസിസ്? ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് അനാലിസിസ് എന്നാൽ പെർസെൻറ്റേജ് കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ എംപിരിക്കൽ ഫോർമുലയാക്കി മാറ്റാം? ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ്. നമ്മൾ ഈ പറയുന്ന താഴെ പറയുന്ന സ്റ്റെപ്സ് ഉപയോഗിക്കാം. പെർസെൻറ്റേജ് കോമ്പോസിഷന് കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റിന് ഡിവൈഡ് ചെയ്യാം. ഇതിനൊരു പ്രോബ്ലം ചെയ്ത് വർക്കൗട്ട് ചെയ്തെങ്കിലേ മനസ്സിലാവുള്ളൂ ശരിക്കും. പെർസെൻറ്റേജ് കോമ്പോസിഷന് കറസ്പോണ്ടിങ് അറ്റോമിക് വെയിറ്റിന് ഡിവൈഡ് ചെയ്ത് ഓരോന്നിൻ്റെയും റിസൾട്ട് എടുക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ എത്ര, നൈട്രജൻ എത്ര, ഓക്സിജൻ എത്ര, കാർബൺ എത്ര, ഇങ്ങനെ. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് ഈ കിട്ടിയ ആൻസേഴ്സ്, അപ്പം 2-3 എലമെൻറ്റ്സ് ചേർന്ന കോമ്പൗണ്ട് ആണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും? അതിൻ്റെ എല്ലാം റിസൾട്ട് കിട്ടും. ഈ 3 അല്ലെങ്കിൽ 2 റിസൾട്ട് ഉള്ളതിൽ ഫൈൻഡ് ഔട്ട് ദി സ്മാളസ്റ്റ് വൺ, ഏറ്റവും ചെറുതാരെന്ന് കണ്ടുപിടിക്കുക. ആ ചെറുത് കൊണ്ട് അതുൾപ്പെടെ ഡിവൈഡ് ചെയ്യാം, എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. ആ മുകളിൽ കിട്ടിയ ആൻസേഴ്സിന് എല്ലാത്തിനെയും ഈ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ചെറിയ സംഖ്യ എവിടെ നിന്ന് കിട്ടും? ചെറിയ സംഖ്യ വിൽ ബി സെലക്റ്റഡ് ഫ്രം ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒന്നാമത്തിൽ നമുക്ക് ആൻസേഴ്സ് ഓരോന്ന് കിട്ടും. ഈ ഓരോന്നിൽ നിന്നും ഏറ്റവും ചെറുതാരെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതുപയോഗിച്ച് അതുൾപ്പെടെ എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. ദെൻ മൂന്നാമത് പറയുന്നത് കണ്ടീഷനാണ്, ആണെങ്കിൽ മാത്രമാണ്. ഈഫ് ദ എബോ റിസൾട്ട്, നേരത്തെ രണ്ടാം സ്റ്റെപ്പിൽ കിട്ടിയ റിസൾട്ട് ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ടെങ്കിൽ, വാട്ട് ഈസ് ഫ്രാക്ഷണൽ വാല്യൂ? ദശാംശ സംഖ്യ. ദശാംശ സംഖ്യ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ? ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, എല്ലാത്തിനെയും കോമൺ ഫാക്ടർ. സപ്പോസ് ടു ബി നോക്കി കിട്ടിയ ആൻസർ 1, 1.5, 2 ഇങ്ങനെയാണ് കിട്ടിയ സങ്കല്പിക്കുക. ആണെങ്കിൽ മൂന്നാം സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് ഇവനൊരു കോമൺ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. നോക്കി, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന 2, ഇവിടെ കിട്ടുന്ന 3, ഇവിടെ കിട്ടുന്ന 4 ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാലാമത് ചെയ്യേണ്ടത് C2H3O4 ഇങ്ങനെ എഴുതും. ഇതാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുക. സോ ദ റേഷ്യോ വിൽ ബി 2:3:4. 2:3:4 എന്ന റേഷ്യോയിലാണ് ആ കോമ്പൗണ്ട്. ആരെന്ന് വെച്ചാൽ വി കാണ്ട് ഡിഫൈൻഡ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ചില കോമ്പൗണ്ട് നമുക്ക് ഓർഗാനിക്കിൽ പറയാൻ പറ്റും. റേഷ്യോ നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എംപിരിക്കൽ ഫോർമുല മുഖാന്തരം ഒരു കോമ്പൗണ്ട് ഒരിക്കലും ഡെറൈവ് ചെയ്യാൻ പറ്റത്തില്ല, മീൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദിസ് ഈസ് കോൾഡ് എംപിരിക്കൽ ഫോർമുല. ഇത് നമ്മൾ എന്തൊക്കെയാ? എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാം. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോർമുല. ഇതൊരു സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ പറയും വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഷോസ് ദ റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിൻ്റെ റേഷ്യോ കാണിക്കാൻ വേണ്ടി എഴുതുന്ന ഏറ്റവും ചെറിയ ഫോർമുല വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഷോസ് ദ റേഷ്യോസ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് കൺസിഡർ ബെൻസീൻ. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നു ബെൻസീൻ പറയുന്നു. ബെൻസീൻ ഹാവിങ് മോളിക്കുലർ ഫോർമുല C6H6. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. C6H6 ആണ് ബെൻസീൻ. സോ കാർബൺ ആൻഡ് ഹൈഡ്രജൻ വിൽ ബി കമ്പൈൻഡ് ഇൻ ബെൻസീൻ ഇൻ ദ റേഷ്യോ 6:6. 6:6 എന്ന് പറഞ്ഞാൽ എന്താ? 1:1 അല്ലേ? ക്യാൻ ബി ഡിവൈഡഡ് വിത്ത് 6. ഈ രണ്ടിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:1 എന്ന് കിട്ടും. സോ 1:1 എന്ന റേഷ്യോയിൽ ചേർന്നു. അപ്പോൾ ദാറ്റ് ഈസ് CH എന്ന് എഴുതാം. എംപിരിക്കൽ ഫോർമുല CH എന്ന് എഴുതാം. ഇനി ഈ CH എഴുതി വെച്ചിട്ട് വാട്ട് ഈസ് ദ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? നെവർ, പറയത്തില്ല. സോ ത്രൂ ദിസ് എംപിരിക്കൽ ഫോർമുല എ കോമ്പൗണ്ട് കനോട്ട് ബി ഡിഫൈൻഡ്. ഒരിക്കലും എംപിരിക്കൽ ഫോർമുല കൊണ്ട് നമുക്ക് കോമ്പൗണ്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ റേഷ്യോസ്. അത് റേഷ്യോ കാണിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ചെറിയ ഫോർമുല. ഇനി എംപിരിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം? എന്തിന് ഡിറൈവ് എന്ന്? ഗിവൺ ദ പെർസെൻറ്റേജ് അനാലിസിസ്. പെർസെൻറ്റേജ് അനാലിസിസ് എന്ന് കഴിഞ്ഞാൽ
ഒരു കോമ്പൗണ്ട്, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, an organic compound on combustion to give or an organic compound on combustion to yield 6.66% hydrogen. ഇറ്റ്സ് എ പ്രോബ്ലം, ഒരു പ്രോബ്ലമാണത്. 6.66% ഹൈഡ്രജൻ, 36% കാർബൺ, 36% കാർബൺ, ആൻഡ് ദ റെസ്റ്റ് വിൽ ബി ഓക്സിജൻ. ബാക്കി തരത്തില്ല, റെസ്റ്റ് വിൽ ബി. അപ്പോൾ ബാക്കി തന്നില്ല എങ്കിൽ, റെസ്റ്റ് ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മളെന്തിനും ബാക്കിയുണ്ട്. 36 42 ആയുള്ളൂ, ബാക്കി കിടക്കുന്നു 58%. ദ റെസ്റ്റ് വിൽ ബി ഓക്സിജൻ. ആ 58% ഓക്സിജനാണ്. അപ്പോൾ നമ്മൾ എന്തെഴുതും? കാർബൺ സമം 36%. Hydrogen is equal to 6.66%. Oxygen is equal to 58 or 51 point something വരും. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് തന്നു. ഈ പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെങ്ങനെ എംപെരിക്കൽ ഫോർമുല ഡെറൈവ് ചെയ്യും നോക്കി. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ചില എളുപ്പവിദ്യ ഇവിടെ കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം പറയുന്നത് ഈ തരുന്ന പെർസെൻറ്റേജ് വെയ്റ്റിന് കറസ്പോണ്ടിങ് അറ്റോമിക് വെയ്റ്റും ഡിവൈഡ് ചെയ്യുക ഓരോന്നിൻ്റെയും. ഇപ്പോൾ ഉദാഹരണത്തിന് 6.66% ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. അപ്പോൾ 6.66 ഡിവൈഡഡ് ബൈ 1, വേർ വി ഗെറ്റ് 1 ഈസ് ദി അറ്റോമിക് വെയ്റ്റ് ഓഫ് ഹൈഡ്രജൻ. 36% കാർബൺ, വാട്ട് ഈസ് ദി അറ്റോമിക് വെയ്റ്റ് ഓഫ് കാർബൺ? 12, ദാറ്റ് ഈസ് 36 ഡിവൈഡഡ് ബൈ 12. ദെൻ ഓക്സിജൻ 51 point something. ആ 51 point സംതിങ്ങിന് ഡിവൈഡഡ് വിത്ത് 16, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ആസ് ടു ഒബ്റ്റൈനിങ് ദ ആൻസേഴ്സ് റെസ്പെക്റ്റീവ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നു ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റെപ്പിൽ റിമെമ്പർ ദാറ്റ്, സെക്കൻഡ് സ്റ്റെപ്പിൽ സ്മാളസ്റ്റ് വൺ കണ്ടുപിടിക്കുക. നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത സാധനത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ ആരെന്ന് നോക്കുക. കാർബണിൻ്റെ ആണോ, ഹൈഡ്രജൻ്റെ ആണോ, ഓക്സിജൻ്റെ ആണോ ചെന്ന് നോക്കുക. അങ്ങനെ ആ സ്മാളസ്റ്റ് വൺ കണ്ടുപിടിച്ചിട്ട് അതുപയോഗിച്ച് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം, അതുൾപ്പെടെ. ഫൈൻഡ് ഔട്ട് ദി സ്മാളസ്റ്റ് ഇൻഡിജർ ഓർ സ്മാളസ്റ്റ് വൺ, സ്മാളസ്റ്റ് നമ്പർ ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് വിച്ച് വിൽ ബി യൂസ് ടു ഡിവൈഡിങ് ഓൾ ദി ക്വസ്റ്റൻ ഇറ്റ് സെൽഫ്. അതുൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റൻസിനെയും എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുക. ദെൻ മൂന്നാമത് നമ്മൾ പറയുന്ന ഈഫ് കണ്ടീഷനാണ്. അത് നമ്മൾ അങ്ങനെ ആണെങ്കിൽ മാത്രമാണ്. ഈഫ് ദ എബോവ് റിസൾട്ട് വുഡ് ബി ഫ്രാക്ഷണൽ വാല്യൂസ്. അവിടെ നമ്മൾ വുഡ് ബി ആണ് പറഞ്ഞത്, ആണെങ്കിൽ മാത്രമാണ്. ഇഫ് ദ റിസൾട്ട് ഫ്രം ദ സെക്കൻഡ് സ്റ്റെപ്പ് വുഡ് ബി ഫ്രാക്ഷണൽ വാല്യൂസ്. ഫ്രാക്ഷണൽ വാല്യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ വിത്ത് എ കോമൺ ഫാക്ടർ. അതിന് എല്ലാത്തിനെയും കോമൺ ഫാക്ടർ ഡിവൈഡ് ചെയ്താൽ നോ ചേഞ്ച് ഇൻ ദ റിസൾട്ടിന് വ്യത്യാസം വരത്തില്ല. ദെൻ ഫൈനലി തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ നമ്പേഴ്സിന് റിട്ടേൺ ഇൻ സൈഡ് ബൈ സൈഡ് ഓഫ് ഈച്ച് ആറ്റം. ഓരോന്നിനും നമ്മൾ കാർബൺ എത്ര, ഹൈഡ്രജൻ എത്ര, ഓക്സിജൻ എത്ര, നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ഇടുന്നു. ദാറ്റ് ഈസ് ദി എംപെരിക്കൽ ഫോർമുല. അതാണ് എംപെരിക്കൽ ഫോർമുല എന്ന് പറയുക. സോ ദിസ് ഈസ് ദി എംപെരിക്കൽ ഫോർമുല ഡെറിവേഷൻ ഫ്രം പെർസെൻറ്റേജ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് ഡിഡക്ഷൻ ഓഫ് എംപെരിക്കൽ ഫോർമുല ഫ്രം പെർസെൻറ്റേജ് അനാലിസിസ്. ക്യാൻ ബി ആസ്ഡ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ വിൽ യു ഡിറൈവിങ് എംപെരിക്കൽ ഫോർമുല ഫ്രം പെർസെൻറ്റേജ് വെയ്റ്റ്. പെർസെൻറ്റേജ് അനാലിസിസിൽ നിന്ന് നിങ്ങൾ എങ്ങനെ എംപെരിക്കൽ ഫോർമുല ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സാറിന് എന്താ വരിക? പ്രോബ്ലംസ് ആർ നോർമലി ആസ്റ്റ്. സാറിന് ചോദിക്കുന്നത് എപ്പോഴും പ്രോബ്ലംസാണ്. ഇതിന് പ്രോബ്ലം ഉണ്ട്, എന്നിട്ട് പ്രോബ്ലം നമുക്ക് ഹോംവർക്കായിട്ട് ഇടാം.